ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിപ്പില്ലാതെയും വളരെ കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ടും ടേസ്റ്റായിട്ടും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പച്ചക്കറിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 സവാള, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം മത്തങ്ങയും, ഒരു 4-5 വെണ്ടക്കായും, കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഇത് ചെറുതായി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മത്തങ്ങയും തൊലി കളഞ്ഞിട്ട് ഒരു കഷ്ണം ചെറുതായി നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കനം കുറച്ച് അരിഞ്ഞേക്കണത്. ബാക്കിയുള്ളത് കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി അരിഞ്ഞതും മത്തങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടിയും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നമ്മളിവിടെ മത്തങ്ങയും തക്കാളിയും സവാളയും എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ വെണ്ടയ്ക്ക വാട്ടിയെടുത്ത ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടിയും മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ്. 2 ടീസ്പൂൺ കടലമാവ് കൂടിയും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു വലിയ ടീസ്പൂണിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ ടീസ്പൂണാണ് ഇവിടെ പുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുളിയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് പരിപ്പില്ലാതെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.